ഹായ് ഓൾ. നമ്മുടെ കേരള PSC ഇതുവരെ പുറപ്പെടുവിക്കാത്ത ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ എന്ന് പറയുന്ന തസ്തിക. അപ്പൊ നമുക്ക് ഇത്രയും കാലം യോഗ്യതയായിട്ട് നിലനിന്നത് തന്നെ നമുക്ക് 10th ഫെയിൽ അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡ് പാസ് ഒക്കെയാണ്. അപ്പൊ അത്രയും ചെറിയ യോഗ്യത നിന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു തീരുമാനം നമ്മുടെ കേരള PSC പുതിയ മീറ്റിംഗ് മിനിറ്റ്സിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് തരിക എന്നുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 25/9/2025 ചേർന്ന യോഗത്തിൽ ഫുൾ ടൈം ഡയറക്ടർമാർ കുറച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമുക്ക് ITI ഇലക്ട്രീഷ്യൻ തസ്തികയൊക്കെ യോഗ്യതയുള്ളവർക്ക് പറ്റിയൊരു വലിയൊരു അപ്ഡേറ്റ് ആണിത്. അതായത് ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലുള്ള ഒഴിവുകൾ കേരള PSCയെ അറിയിക്കാൻ തീരുമാനിച്ചു. അതായത് ഇത്രയും കാലവും PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്ത ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റിലേക്കുള്ള ഒരു വേക്കൻസീസ് കേരള PSCയിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ തസ്തികയുടെ യോഗ്യതകൾ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പണ്ടുണ്ടായ യോഗ്യതയായ 4th സ്റ്റാൻഡേർഡ് പാസ് 10th ഫെയിൽ എന്ന് പറയുന്ന യോഗ്യത മാറ്റി ഭേദഗതി വരുത്തിയ യോഗ്യതകൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു തരുന്ന ഒരു യോഗ്യതയാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് യോഗ്യത എന്ന് നോക്കാം. അതിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് SSLC അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പരീക്ഷ പാസ്സായ 10th പാസ്സാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. കൂടാതെ പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ട്രേഡ് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ സർക്കാർ അംഗീകൃത 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് ITS സർട്ടിഫിക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ട്രേഡ് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ. അപ്പൊ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ തസ്തികയിലുള്ള ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു മികച്ച അവസരമാക്കി ഇത് കണക്കാക്കണം. കൂടാതെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക നിലവാരം പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ഉയരം പറഞ്ഞിട്ടുണ്ട്. പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് 157.48 സെന്റിമീറ്റർ ആണ്, അതായത് 5.2 ഇഞ്ചസ് അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് പറഞ്ഞിരിക്കുന്നത് 144.78 സെന്റിമീറ്റർ ആണ്. അപ്പം ഇത് നമുക്കൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാഴ്ച നമുക്ക് ഒരു, അതായത് പർട്ടിക്കുലർ കാഴ്ചക്ക് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി നമുക്ക് പുറം ജോലികൾക്ക് ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ബേസിക് പറഞ്ഞിരിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് യോഗ്യതകളും അതുപോലെ തന്നെ 10th പാസ് പ്ലസ് ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ITI യോഗ്യതയുള്ള ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റിയൊരു പരീക്ഷയായിട്ട് ഇത് മാറിയിരിക്കും. നമുക്ക് ഡിസംബറിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക്. അപ്പൊ ഡിസംബറിൽ വരാൻ പോകുന്ന ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ITI യോഗ്യത ഉണ്ടെങ്കിൽ അതിന്റെ ഉയർന്ന യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇക്വലന്റ് ഓർ ഹയർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ PSC പബ്ലിഷ് ചെയ്യുമായിരിക്കും. അത് നോക്കി നമുക്കത് ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അതിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ട്രേഡ് സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് ഹയർ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കാം. എന്നിരുന്നാലും ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും. അപ്പൊ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് പഠിച്ച് എഴുതി ജോലിയിൽ കയറാൻ പറ്റിയ ഒരു മികച്ച അവസരമാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ PSCയുടെ ടെക്നിക്കൽ എക്സാമിന്റെ ട്രെൻഡ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് 3 മാസത്തിനുള്ളിൽ എക്സാം ആണ് നടക്കുന്നത്. സോ ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കുക സാധ്യമല്ല. സോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അവർക്ക് തുടങ്ങാനായി എൻട്രിയിൽ അതായത് ITI യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ITI യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കോഴ്സ് എൻട്രിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ITI യോഗ്യതയുള്ള പരീക്ഷകളെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് പ്രകാരമാണ് ക്ലാസ്സുകൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനൽ സിലബസ് എന്ന് പറയുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷനിൽ എക്സാം ഡേറ്റ് വന്ന് PSC ഫൈനൽ സിലബസ് പബ്ലിഷ് ചെയ്താൽ മാത്രമേ സിലബസുകളിൽ വ്യത്യാസമുണ്ടോ. എന്നാലും നമുക്ക് അടിസ്ഥാനമായി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആയിരിക്കും. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി ഇതൊരു മികച്ച അവസരമാണെന്ന് മനസ്സിലാക്കി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ തയ്യാറെടുത്ത് തുടങ്ങാം. അപ്പൊ നമ്മുടെ കോഴ്സ് എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു അവസരം മറക്കരുത്. ഈ ഒരു അവസരം മികച്ച ഒരു അവസരമാണ്. നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവസരം മനസ്സിലാക്കി പഠിച്ചു തുടങ്ങാം. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. താങ്ക് യു.